ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ കൂട്ടായ്മയും കുടുംബ സംഗമവും ലയൺസ് ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഹേംഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ്, നാഷണൽ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സീന KP, മുൻ ഹെഡ്മാസ്റ്റർ അപ്പു മാസ്റ്റർ, മുൻ ഹെഡ്മിസ്ട്രസ് M പ്രമോദിനി ടീച്ചർ, മുൻ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് V ശ്രീദേവി എന്നിവർ ആശംസകൾ നേർന്നു. സുനിൽ മാലാന്ദ്ര സ്വാഗതവും KM സന്തോഷ് നന്ദിയും പറഞ്ഞു. പ്രിയപ്പെട്ട ഓർമ്മകൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. നമ്മൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ സ്കൂൾ ജീവിത കാലഘട്ടമാണ് എന്ന് ഞാൻ കരുതുകയാണ്. എന്നെ രൂപപ്പെടുത്തിയത് തീർച്ചയായും ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ്. അപ്പോൾ ആ സ്കൂൾ കാലത്ത് നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലെ അക്ഷയ ഖനിയായിട്ട് ജീവിതാന്ത്യം വരെ നമുക്ക് ഊർജം പകർന്നു നൽകുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൂടി പറയുകയാണ്, നമ്മൾ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് അധ്യാപകരെയാണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യം ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന സാന്നിധ്യം അല്ലേ, രാധ ടീച്ചറെ. അപ്പോൾ ഈ നാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹോളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നത് പഴയ വാർഷിക ആഘോഷ വേളകളാണ്. നാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു സാംസ്കാരിക സദ്യ തന്നെയാണ് അന്നും ഇന്നും. ജയചന്ദ്രൻ ചേട്ടൻ, ജയക്കുട്ടൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ ഗാനമേളകളും രാമനാഥൻ മാഷെ പോലുള്ള ആളുകളൊക്കെ ഒരുക്കുന്ന വിവിധ കലാവിഭവങ്ങൾ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയായിരുന്നു. അതൊക്കെ തന്നെ പ്രചരണത്തിലെ സജീവ